ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, 1967 തൊട്ട് ബാൻഫിലുള്ള ഒരു എക്സോട്ടിക് മീറ്റ്സ് ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു ഫോണ്ടു റെസ്റ്റോറൻറ്റിൽ പോവാണ്. മുതലേക്ക് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. മുതലേതാ മുതലെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ബൈ. നമ്മൾ ഈ സ്പോട്ടിലെത്തിയിട്ടോ. ഇതാണ് ഗ്രിസ്ലി ഹൗസ് സ്റ്റേക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമാണ്. 1967 തൊട്ട് ഇവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? അപ്പൊ നമ്മളിവിടെ അകത്ത് കയറി കുറച്ച് ഡിം ലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. കിട്ടി മെനുവും തന്നു. അപ്പോ ഇതാണ് അവരുടെ മെനു. അത്യാവശ്യം ഡിമ്മായിട്ടുള്ള ഒരു സെറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ എന്താ ഓർഡർ ചെയ്യാന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്തായാലും മുതല കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടെ വന്നത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? മുതല കിട്ടുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. വെയിറ്റർ വരട്ടെ എന്നിട്ട് നമുക്ക് അത് അന്വേഷിച്ചിട്ട് On a side, ഓക്കെ. and you cook it with the garlic butter on a stone or in a pot of oil. അപ്പൊ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു റോ ആയിട്ടാണ് മീറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ആരും കുക്ക് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കുകയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അതാണ് ഫോണ്ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് എക്സോട്ടിക് ഫോണ്ടു ആണ്. അതിൽ വരുന്ന കുറേ തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റ്സ് ഉണ്ട്. ആലിഗേറ്റർ ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിലുള്ള ഒന്നില് റാറ്റിൽ സ്നേക്ക് ഇല്ല ഇപ്പോൾ കറന്റ്ലി. അതിന് പകരം കാങ്കരു മീറ്റ് ആണുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ കാങ്കരു മീറ്റ്, ആലിഗേറ്റർ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് കാങ്കരു മീറ്റും ആലിഗേറ്ററും പിന്നെ ഓസ്ട്രിച്ച് ഒക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ ഓർഡർ ചെയ്ത എക്സോട്ടിക് മീറ്റ്സിന്റെ ഫോണ്ട് വരുന്നത് 7 ounce ആണ്. അതായത് 1 ounce ഈച്ച് ആയിട്ടുള്ള ഒരു 7 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീറ്റ്സ് ആണ് വരുന്നത്. 1 ounce എന്ന് പറയുമ്പോൾ അറൌണ്ട് 30 grams ആണ് വരുന്നത്. അപ്പോൾ 30 grams-ന്റെ 1 ടൈപ്പ് ഓഫ് മീറ്റ്. അങ്ങനെ 7 തരം മീറ്റുകളാണ് എന്നാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ബാക്കി വന്നിട്ടുണ്ട്. 650 ഫാരൻഹൈറ്റ് ഉള്ള ഒരു സ്റ്റോണാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ ഇല്ലാണ്ടായി പോകും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പോൾ ഇട്ടേക്കുന്നത് ഗാർലിക് ബട്ടറാണ്. ഇതാണ് നമ്മൾ എടുത്തിരുന്ന ആ ഒരു പ്ലേറ്റ് ഓഫ് മീറ്റ്സ്, എക്സോട്ടിക് മീറ്റ്സ്. ഇത് വെനിസൺ ആണ്, ഇത് ബഫലോ ആണ്, ഇത് വരുന്നത് ഓസ്ട്രിച്ചിൻ്റെ മീറ്റാണ്. ഒക്കെ നടുക്കുള്ളത് റോഗിൻ്റെ തവളയുടെ കാലാണ്. അങ്ങറ്റത്തുള്ളത് കാങ്കരുവിന്റെ മീറ്റാണ്. ഇത് ആലിഗേറ്റർ ആണെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഫിഷ് വരുന്നത് ട്യൂണയാണ് എന്നാണ് പറഞ്ഞത്. ആലിഗേറ്റർ മീറ്റ് ഫുള്ളായിട്ട് കുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. 4 minutes അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആലിഗേറ്റർ മീറ്റ് വെച്ച് തന്നെ തുടങ്ങാം പരിപാടി. 15 മിനിറ്റില് പരിപാടി ഈ കല്ല് കൂൾ ഡൗൺ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആലിഗേറ്റർ എടുത്ത് പൊക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അതേ സമയം തന്നെ തവളയും കൂടി പൊക്കിയെടുക്കാം. കാരണം തവളയുടെ അകത്ത് ഒരു എല്ലുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ചിക്കൻ വിങ്സ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതും കുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ മീറ്റ്സും റെയറിറ്റി അനുസരിച്ച് കുക്ക് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന റെയറിറ്റി അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. 4 മിനിറ്റിൽ ഇതെല്ലാം റെയറിലോട്ട് മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ആണെങ്കിൽ 4 and 4 ആയിട്ട് 2 സൈഡിലും ഇട്ട് കുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാർലിക് ബട്ടറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതാണ് വേറെ പ്ലേറ്റ് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോസസ് ആണ് വരുന്നത്. അപ്പോൾ ഇതും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 30 gram എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടോ. ഇത് വളരെ 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 ചെറുതാണ്. വളരെ വളരെ കുറച്ച് ചെറിയ പീസസ് ആണുള്ളത്. ഒരു അപ്പറ്റൈസർ എന്നുള്ളൊരു രീതിയിൽ ഉള്ള കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും 2 ഫോർക്ക് തന്നിട്ടുണ്ട്. അതേപോലെ പോലെ കുത്താനുള്ള ഒരു സാധനവും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫോർക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം റോ മീറ്റ്സ് മാത്രം ഡീൽ ചെയ്യാനും രണ്ടാമത്തത് നമുക്ക്
ഏതാ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നോക്കാം. ഞാൻ പയ്യെ വെനിസനും അതിൻ്റെ മുകളിലോട്ട് ഇടുകയാണ്. എന്നിട്ട് അതും എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം. ഒരുമിച്ച് കുക്ക് ചെയ്യാമെന്ന് കരുതുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ബാക്കി കുറച്ച് ബട്ടറൊക്കെ ഇട്ട് അതൊന്ന് ബ്ലാസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മീറ്റ്സ് ഇത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് 650 ഡിഗ്രി ഹോട്ടായിട്ടുള്ള ഒരു സ്റ്റോണിൽ. അപ്പോൾ ഇതിട്ടിരിക്കുന്നത് വെനിസനാട്ടോ. ഈ സൈഡിൽ കാണുന്ന ഈ രണ്ടെണ്ണം വെനിസനാണ്. ബാക്കിയുള്ളത് ബഫലോ ഉണ്ട്, ഓസ്ട്രിച്ച് ഉണ്ട്, കങ്കാരു ഉണ്ട്, പിന്നെ ഫിഷ് ഉണ്ട്. ട്യൂണയാണുള്ളത്. അങ്ങനത്തെ ഫിഷ്, ആലിഗേറ്ററും ഫ്രോഗും വെനിസണുമാണ് ഇപ്പോൾ റോക്ക് ആൻഡ് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോക്കിന്റെ മുകളിൽ. ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ഈ ഫോൺ മോർ ലൈറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലൈറ്റിങ്, ഈ ഒരു ചെറിയൊരു ലൈറ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ല, ഔട്ട്പുട്ട് എങ്ങനെ വരുന്ന അറിയില്ല, നോക്കാം. അപ്പോൾ മുതലയാണ് ആദ്യം നമ്മൾ ഇട്ടത്. അപ്പോൾ മുതലിട്ടിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം. അത്യാവശ്യം കളറൊക്കെ കാണുന്നുണ്ട്. വെൽഡൺ സ്ട്രക്ചറിലോട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഒരു സോസൊക്കെ മുക്കി ഒരു അടിച്ചു നോക്കാം. കൊള്ളാട്ടോ, മുതലിറച്ചി 10 ഔട്ട് ഓഫ് 10 ആണ്. ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ് ആലിഗേറ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വീണ്ടും ഞാൻ കഴിച്ചിരിക്കും. അത്രയും കൊള്ളാം, അടിപൊളിയാണ്. ഈ സോസസും അടിപൊളിയാണ്. ഗാർലിക് ബട്ടറിൽ നിന്ന് നല്ലപോലെ ബേസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. എന്തായാലും കൊള്ളാം. ടെക്സ്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കനിനേക്കാളും ഇച്ചിരി കൂടി ടഫ്നെസ് കുറഞ്ഞിട്ടുള്ളൊരു മീറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളത് എൻ്റെ ഒരു സങ്കടം അല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നും എനിക്ക് ആലിഗേറ്റർ മീറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. ടേസ്റ്റ് ബ്യൂട്ടിഫുൾ. എനിക്ക് പിന്നെ ഞാനൊരു വെൽഡൺ മനുഷ്യനായതുകൊണ്ട് എല്ലാം ഫുള്ളായിട്ട് തറവായിട്ട് കുക്ക് ചെയ്താൽ ആണ് എനിക്ക് താല്പര്യം. ചെസ് നമ്പർ 2 നമ്മൾ വെനിസൺ ട്രൈ ചെയ്യാൻ പോവാണ്. വെനിസന്റെ മീറ്റാണ് ഈ കോർണറിൽ ഇരിക്കുന്നത്. തവളയുടെ കാല് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ചിക്കൻ വിങ്സ് പോലെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ടൈം എടുത്ത് കുക്ക് ചെയ്യണം തവള ഇറച്ചി എന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. അപ്പോൾ ആ കുറച്ച് ടൈം എടുത്തിട്ട് ആ തവളയുടെ ഇറച്ചി അവിടെ ഇരിക്കട്ടെ. നമുക്ക് വെനിസൺ ട്രൈ ചെയ്യാം. വെനിസൺ എടുത്തു. 2 പീസ് വെനിസണാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 2 പീസും എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. Look at that, beautiful, steaming. Different types of sauces ഉള്ളതുകൊണ്ട് അടിപൊളി. ബീഫിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റ് ആട്ടോ, കുറച്ചുകൂടി ഗെയിമിയാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ, ഓസം. ഈ ബട്ടറൊക്കെ ഇട്ടൊന്ന് ബേസ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത ഒരു മീറ്റും കൂടി എടുത്തിടാം. അടുത്ത മീറ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന ഓസ്ട്രിച്ച് ആട്ടോ. ഞാൻ ഓസ്ട്രിച്ച് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എടുത്തിടുകയാണ്. അതും ഇതേപോലെ തന്നെ ബട്ടറൊക്കെ വെച്ച് ബേസ്റ്റ് ചെയ്ത് നമ്മൾ ഇടുകയാണ്. എന്നിട്ട് നമ്മളെ വെനിസൺ കംപ്ലീറ്റ് ചെയ്യാം. വാവ്, റയർ, മീഡിയം റയർ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓരോ തരം സോസസ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആണ്. കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. വർത്ത് എക്സ്പീരിയൻസ്. അടുത്ത നമ്മൾ എടുക്കുന്നത് തവള കേട്ടോ. തവള തിരിച്ചെടുത്തു, പുറത്തോട്ടെടുത്തു. 4 minutes ഈച്ച് സൈഡ് എന്നാണ് പറഞ്ഞത്. നമ്മൾ അതിന് മേലെ ഇട്ടിട്ടുണ്ട്. തവള ചത്തതാണെങ്കിലും കാല് റെഡി ചെയ്യുന്ന നമ്മൾ ഒന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതുകൊണ്ട്
അടുത്തോട്ട് കാണിക്കാനായിട്ട് ആണ് സംഭവം, ആണ് സാധനം. തവളയുടെ കാല്. ഓക്കെ, നല്ല അടിപൊളി സാധനം. തവളയുടെ കാല് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സോസില് ഇൻട്രസ്റ്റിംഗ്, വളരെ ടെൻഡറാട്ടോ. വളരെ ടെൻഡർ എന്ന് പറഞ്ഞാൽ വളരെ ടെൻഡറാണ്. ഏതുകൊണ്ട് നമ്മളൊക്കെ നാട്ടില് മീൻകറിന്ന് നല്ലപോലെ കുറുകി ഉണ്ടാക്കുന്ന മീൻകറി ഉണ്ടല്ലോ, മീൻകറിയുടെ മീൻകറിന്ന് നമ്മൾ ആ മീനിന്റെ പീസ് പൊട്ടിച്ചെടുക്കുന്ന പോലെ അത്രയും ടെൻഡർ ആയിട്ടുള്ള ഒരു പീസാണ്. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടപ്പെട്ടു. തവളയും കൊള്ളാം, തവളയും ടെസ്റ്റ് പാസ്സായി, സൂപ്പറാണ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഓസ്ട്രിച്ച് ഒന്ന് കമഴ്ത്തി ഇടുകയാണ്. എന്നിട്ട് കാങ്കരു മീറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യാം. നല്ല ഒരു ഫാറ്റ് ഗ്ലോവോ ഗാർലിക് ബട്ടർ ഇട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ കാങ്കാരുവിന്റെ മീറ്റ് എടുത്ത് അതിന്റെ മുകളിലോട്ട് ഇടാണ്. 650 ഫാരൻഹൈറ്റ് ആണോ, സൂക്ഷിക്കണം, അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ പൊള്ളി വെണ്ണീറായി പോവും. അപ്പോൾ ഇതില് ബട്ടറിൽ തന്നെ സീസണിങ് ഉണ്ട്, ബട്ടർ തന്നെ ഓൾറെഡി സീസൺ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി സോൾട്ടും പെപ്പറൊന്നും ആഡ് ചെയ്തില്ല, ആ ഫ്ലേവറിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ്. കങ്കാരുവും നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു മീറ്റാണ്, നമുക്ക് ന്യൂ ആയിട്ട് ഒരു സാധനമാണ്. അപ്പോൾ അതും ഞാൻ കുക്ക് ചെയ്യുന്നത് ഫുള്ള് വെൽഡണിലോട്ട് കുക്ക് ചെയ്തായിരിക്കും കഴിക്കുന്നത്. ഓസ്ട്രിച്ച് എന്തായാലും പൊളിച്ചു. ഓസ്ട്രിച്ചും എനിക്ക് ഇഷ്ടപ്പെട്ടു, വെനിസിന് ഇഷ്ടപ്പെട്ടു, പിന്നെ തവളയും ഇഷ്ടപ്പെട്ടു, ആലിഗേറ്ററും ഇഷ്ടപ്പെട്ടു. നമ്മൾ 4 മീറ്റ് കവർ ചെയ്തു. 2 കുക്കിംഗ് ആണ്, 2 ഇവിടെ പുറത്തുണ്ട്. പുറത്തുള്ള മീറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫലോയും ട്യൂണയുമാണ് പുറത്തുള്ളത്, കുക്ക് ചെയ്യാത്തത്. ഹോട്ട് പ്ലേറ്റിൽ കറന്റ് ഇട്ടിരിക്കുന്നത് കങ്കാരുവും വെനിസണുമാണ്. കങ്കാരുവും ഓസ്ട്രിച്ചും ആണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കങ്കാരു, ലെഫ്റ്റിൽ കാണുന്നത് ഓസ്ട്രിച്ച് ആണ്. ഈ ഓസ്ട്രിച്ച് ഒന്ന് റെഡിയായി ഒരു അടുത്ത കപ്പിൾ ഓഫ് മിനിറ്റ്സിലും കൂടി ഒന്ന് റെഡി ആവും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഓസ്ട്രിച്ച് ട്രൈ ചെയ്യും. നമ്മുടെ കല്ല് ഇവിടെ എത്തിയിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയി. ഇത് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കല്ല് ഹോട്ട് സ്റ്റോൺ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ബട്ടറൊക്കെ ഹാർഡ്ലി ബബിൾ ചെയ്യാണ്, ഹാർഡ്ലിയാണ് ബബിൾ ചെയ്യുന്നത്. നമുക്ക് ഈ 2 മീറ്റ്സും കൂടി ബാക്കി ഇരിപ്പുണ്ട്. ഈ കാങ്കരു നമ്മളിപ്പോൾ ഇട്ടേ ഉള്ളൂ, അപ്പോൾ അത് കുക്കാവാനായിട്ട് നമുക്ക് ഇനിയും ഹീറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റോൺ. പുതിയൊരു സ്റ്റോൺ എത്തിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വീണ്ടും 650 ഡിഗ്രി ഫാരൻഹൈറ്റിൽ കുക്ക് ചെയ്ത് ഹോട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കൈ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളുടെ ഓസ്ട്രിച്ചിൻ്റെ മീറ്റ് പയ്യെ എടുക്കുകയാണ്. ഇത് കങ്കാരു കേട്ടോ, ഈ കിടക്കുന്നത് കങ്കാരുമാണ്, ഇപ്പോൾ ഇടാൻ പോകുന്നത് കങ്കാരുമാണ്. അപ്പോൾ ഈ 2 കൂടി ഒന്ന് കുക്കാവട്ടെ. അപ്പോഴത്തേക്കും താങ്ക് യു അഗൈൻ സർ. ശരി, ഇത് ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ബഫലോയും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ട്യൂണയും കൂടി എടുത്തിടാം. ഓക്കെ, അത് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കാങ്കറു മീറ്റ് ട്രൈ ചെയ്യാം. കിച്ചൺ വളരെ ബ്ലബായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുള്ളിക്കാരൻ പുതിയ ഹോട്ട് സ്റ്റോൺ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് ബട്ടറൊക്കെ തെറിച്ച് നമ്മളുടെ ക്യാമറയിലോട്ട് വീണു. അതാണ് അത് പറ്റിയത്. അപ്പോൾ ഓസ്ട്രിച്ച് ഓക്കെ,
അതിൻ്റെ ടഫായിട്ടുള്ള മീറ്റാണ്, അത്യാവശ്യം ടഫായിട്ടുള്ള മീറ്റ് തന്നെയാണ്. പക്ഷേ കൊള്ളാം. ഞാൻ മീഡിയം റെയറിലോട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഉള്ളിൽ ഇച്ചിരി a little bit of redness inside, but ആ ഒരു ഗെയിമി ഫ്ലേവർ ഉണ്ട്. നെക്സ്റ്റ് ഓൺ റോ ഇസ് കാങ്കറൂ. കാങ്കറൂ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഫിഷും കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ച് ഇട്ട് ബട്ടറും ബേസ്റ്റ് ചെയ്ത് ഒന്ന് കൊടുക്കാം. ബട്ടർ ആട്ടോ ടീ. ഗാർലിക് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷണൽ ആണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എനിക്ക് വളരെ 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 അധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചെസ് നമ്പർ കങ്കാരു എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. ഓ എന്റെ പൊന്നു, വളരെ വളരെ ടഫാണ്. ഓസ്ട്രിച്ചിനേക്കാളും 2 times. ഒരുപക്ഷെ ഞാൻ വെൽഡണിലോട്ട് കുക്ക് ചെയ്തുകൊണ്ടായിരിക്കാം, കളറൊന്നുമില്ല നടുക്ക്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ വെരി ടഫ്. ഗെയിമി അഗൈൻ, നോട്ട് ദാറ്റ് അത്ര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറുള്ള. എൻ്റെ അടുത്ത് വീണ്ടും കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ ടു കാങ്കറൂ. നമ്മുടെ ഞാൻ ഇപ്പം എടുത്തിരിക്കുന്ന ഫിഷ് ആട്ടോ. ഫിഷ് അധികം ടൈം എടുക്കില്ല കുക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് സെറ്റ് ഇതായി. ബഫലോയും നമ്മൾ എടുക്കുകയാണ് പുറത്തേക്ക്, കാരണം 4 minutes ഓൺ ബോത്ത് സൈഡ്സ് ആയി. അപ്പോൾ 4 minutes കുക്ക് ചെയ്താൽ മതി ഒരു മീഡിയം റെയർ ഇത് ചെയ്യാനായിട്ട്. ജസ്റ്റ് ബിക്കോസ് വെൽഡൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റ്സ് കുറേ കൂടി ടഫറായിരിക്കും, വളരെയധികം ടഫറായിരിക്കും. അപ്പോൾ ബഫലോ നമ്മൾ പുറത്തെടുത്ത് വെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ്. റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ജ്യൂസസ് എല്ലാം സീസ് ചെയ്യും അകത്തോട്ട്. ജ്യൂസസ് പുറത്തോട്ട് പോകില്ല, അകത്ത് തന്നെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇത് പെട്ടെന്ന് കങ്കാരു അടിച്ചു തീർക്കാം. ചെറിയ പീസസ് ആണോ, 30 grams എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ പീസസ് ആണ്. അപ്പോൾ ഇത് പോട്ടെ, വെരി 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 ടഫ്. Surely I'd season it a little bit because ഞാൻ ഓവർ കുക്ക് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത്ര ടഫായിട്ട് തോന്നുന്നത്. ഓവർ കുക്ക്ഡ് സ്റ്റേക്ക് അതുപോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. പക്ഷേ കൊള്ളാം, എക്സ്പീരിയൻസിന് വേർത്തിട്ടുണ്ട്. ഷുവർലി ഗുഡ്. അടുത്ത ബഫലോ ആണ്. ഇത് പിന്നെ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു മീഡിയം റെയറിലോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന്. ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടു, വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആ റെസ്റ്റ് ചെയ്തതിൻ്റെ ഗുണം അതിൽ കാണിക്കുന്നുണ്ട്. ജ്യൂസി ലിറ്ററലി മെൽറ്റ് ചെയ്ത് പോകുന്നു വായില്. That's beautiful. Tastes beautiful too. ഡീജോണും ബേക്കണും കൊണ്ടുണ്ടാക്കിയ ഒരു സോസാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. Goes great. Obviously the ബട്ടറും കുറെ ഫ്ലേവറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Last but not the least, tuna.
Everything good? Oh yes. Just take this away. Thank you so much, sir. ഫിഷ് പിന്നെ നമ്മള് കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ടഫാവും. പക്ഷെ ബട്ടറിൽ ബേസ് ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്ലേവറും അധികം ബട്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 650 ഡിഗ്രീസിന്റെ സ്റ്റോണാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിയർ, അതാണ് ഗോൾ. Tastes all right. ട്യൂണയൊക്കെ ബെസ്റ്റ് കഴിക്കുന്നത് നല്ല ആഹി ട്യൂണയൊക്കെ ആണെങ്കിൽ ഗോസ് ബെസ്റ്റ് ഓൺ സെലീഷ്യസ് ഓർ സൂഷിയിലൊക്കെ റോ ആയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ ദിസ് ഇസ് ഓൾസോ ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചീച്ചീറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെനിസൺ ഇഷ്ടപ്പെട്ടു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം ആലിഗേറ്ററും ഫ്രോഗും ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആലിഗേറ്ററും ഫ്രോഗും ആയിരുന്നു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. തേർഡ് വരുന്നത് ബഫലോ ആയിരുന്നു. ഫോർത്ത് വരുന്നത് വെനിസൺ ആണ്. ഫിഫ്ത്ത് വരുന്നത് ഓസ്ട്രിച്ച് ആണ്. സിക്സ്ത് കാംഗ്രൂ, സെവൻത് ട്യൂണയാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാംഗ്രൂവിൻ്റെ ആ ഒരു മസിലിൻ്റെ ആ ഒരു മീറ്റിൻ്റെ ഒരു ടഫ്നെസ് ആണ് എനിക്ക് കാംഗ്രൂ ഇഷ്ടപ്പെടാത്തത്. ബട്ട് everything else was great. Tasted great. The butt especially beautiful. നമ്മളുടെ ഫോണ്ടു എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ തിരിച്ച് മുമ്പിലോട്ട് ഹെഡ് ചെയ്യാണ്. അപ്പോൾ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുഡ് ഫോർ ദ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് മൂവ് ചെയ്യാം. ചിങ്കണ്ണി അല്ലേ മുതല വീണ്ടും ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവർലി ടേസ്റ്റി ഇനഫ് ആയിരുന്നു. ഫ്രോഗും അതേപോലെ തന്നെയായിരുന്നു. വുഡ് ഐ ഗോ ബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവർലി ഐ വിൽ ഗോ ബാക്ക്, ബട്ട് ജസ്റ്റ് ഫോർ ദ റാറ്റിൽ സ്നേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ തിരിച്ചു പോകും. അതർ ദാൻ ദാറ്റ് ഒരു റെഗുലർ സ്പോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. For checking out the heritage from 1967, yes, it's worth it. Otherwise, I would say it's an all right spot എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഷുവർലി ഇറ്റ്സ് എ ഗുഡ് സ്പോട്ട്, ബട്ട് നത്തിങ് എക്സെപ്ഷണൽ, നത്തിങ് ലൈക്ക് ഔട്ട് ഓഫ് ദി വേൾഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ബട്ട് ദ ഫുഡ് വാസ് ഗുഡ്, ദ സർവീസ് വാസ് ഓൾ റൈറ്റ്. Okay, I'd say. And yeah, that's it. അപ്പോൾ ഇതേപോലത്തെ ചെറിയ രീതിയിൽ കൗതുകമുണർത്തുന്ന കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ലൈക്കും ഡിസ്ലൈക്കും ഒക്കെയാണ് എനിക്കൊരു മോട്ടിവേഷൻ തരുന്നത്. അടുത്ത കൗതുകമുണർത്തുന്ന ഇതേപോലത്തെ എന്നിൽ കൗതുകമുണർത്തുന്ന പലതരം ഭക്ഷണങ്ങളും അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഞാൻ ആദ്യം കരുതിയത് അതാണ് ഒരു വെള്ളച്ചാട്ടം. ഇതാണ്